മോനെ ബസുമതി അരിക്ക് 1 കിലോ അല്ലേ താൻ പറഞ്ഞേ? അതെ 1 കിലോ 160 രൂപ കേട്ടോ. 100, 150, 160. സാറേ ചാക്കോന്റെ വീട് എന്റെ വീടിന്റെ തൊട്ടടുത്താണ് എന്ന് കരുതി ഞാൻ ചാക്കോൻ എന്റെ വീട്ടിലേക്ക് വിളിക്കാറില്ല. ഇരിക്കാൻ വേണ്ടി കസേര ഇട്ട് കൊടുത്താ ചാക്കോ ബെഡി കയറി എടുക്കും. അതാണ് അവന്റെ പ്രകൃതം. ചാക്കോയിൽ നിന്ന് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും പെരുമാറ്റം തോന്നിയിട്ടുണ്ടോ? എന്റെ പൊന്ന് സാറേ, ഈ ചോക്കോ എപ്പോഴെങ്കിലും സ്വാഭാവികമായിട്ട് പെരുമാറിയാലല്ലേ നമുക്കതിൽ അസ്വാഭാവികത കണ്ടെത്താൻ പറ്റൂ. ഡേ ആ കൊലമേന്ന് കൈയെടുക്കടേ, കൊല തൊട്ടാലേ തോല് കറക്കും. ചേട്ടാ അവരല്ലേ ബസുമതി അരി? ബസുമതി അറിയല്ലേ സാറേ? ചാക്കോയെ DADC സെന്ററിലേക്ക് കൊണ്ടുപോയിന്നല്ലേ കേട്ടത്? എടോ അക്കാര്യം തനിക്കറിയാടോ? ചാക്കോന്റെ അപ്പനും ചേട്ടനും കൂടെ അവനെ DADC സെന്ററിൽ കൊണ്ടാക്കിയത് 60 രൂപ അല്ല 160 രൂപ. ആ ശരി, ഓക്കെ ശരി. എന്നിട്ട് അവന് 2 മാസം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അവൻ ഇങ്ങോട്ട് പോന്ന്. അവനെ ചികിത്സിച്ച ഡോക്ടർ ഇപ്പോ വേറൊരു DADC സെന്ററിലെ ചികിത്സയിലാണ്. ഇവനോ ചീത്തയായി സാറേ. ഇവൻ നാട്ടിലെ പിള്ളേരെ കൂടി ചീത്തയാക്കണേണ്. പിള്ളേരെന്ന് പറഞ്ഞ ആരാണ്? നാടിന്റെ നട്ടെല്ലാണ് അല്ല സാറേ? എന്നോട് ബസുമതി അരിയല്ലേ പറഞ്ഞത്? നൂർജഹാനാണ്. എന്താണെന്ന്? എടോ ഇത് ബസുമതി ആണെന്ന്. സാറേ നൂർജഹാൻ തീർന്നേക്കണേ. നാളെ വരും. തൽക്കാലം ബസുമതി കൊണ്ട് ഇന്ന് ചോറുണ്ട്. നാളേക്ക് നൂർജഹാൻ തരാം കേട്ടോ. 2 കിലോ നൂർജഹാൻ ബുക്കിംഗ്. 2 കിലോ ബുക്കിംഗ്. ശരി. ഇവിടെ നാട്ടുകാരൊക്കെ ഭയങ്കര റിച്ച് ആണല്ലോ. ഇവിടെ റേഷൻ അരി ആരും കഴിക്കാറില്ലേ? സാറേ ഇവിടെ റേഷൻ അരി പൊതിക്കൊന്നിന് 500 ആണ്. എന്ത് പൊതിക്കൊന്നിന് 500? അല്ല സാറേ, കിലോ 500. ഓടിക്കോ പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറി.